പലരും മരുന്ന് വെച്ച് ഒരു മാനേജ് ചെയ്ത് പോവുമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ചിലർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ അവർ ജോലി തന്നെ രാജിവെക്കേണ്ടി വരാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു 39 വയസ്സുള്ള ലേഡിയാണ്. 160 സെൻറ്റിമീറ്റർ പൊക്കം, 63, വലിയ ഓവർ വെയിറ്റ് ഒന്നുമില്ല, 63 കിലോ. ഫാറ്റി ഇതുകൊണ്ടാണ്. അവർ 10 വർഷമായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തുടങ്ങിയിട്ട്. അവർ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഗ്രാറ്റിമോഡെന്ന് പറഞ്ഞുള്ളൊരു ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ HCQ ഉണ്ട്, പിന്നെ ടൊഫാസിനിബ് ഉണ്ട്. ഈ 3 മരുന്ന് കഴിച്ചിട്ടും അവർക്ക് പറ്റുന്നില്ല. അവർ 2 വർഷം മുമ്പ് എന്തോ ജോലി തന്നെ നല്ല ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നതാണ്. നമുക്ക് എല്ലാവരും ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ ഗവൺമെൻറ്റിലുള്ള ജോലി. അതവർ റിസൈൻ ചെയ്യേണ്ട വന്നെന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ അവർ അങ്ങനെയാണ് ഇവിടെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും ചോദിക്കും എങ്ങനെയാണ്. അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ടൊരു വീഡിയോ കാണുന്നുണ്ട്, എന്നിട്ടാണ് അവർ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഈ ജോലിയൊക്കെ രാജിവെക്കുന്നതിന് മുമ്പ് 3-4 വർഷമായിട്ട് അവർ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞേ, അപ്പം അന്നുകൊണ്ട് എന്താ വരാതെ ഇരുന്നത്? പക്ഷെ അന്ന് ഇതൊന്നും എല്ലാ ഡോക്ടേഴ്സും ഞാൻ അവർ റുമറ്റോളജിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് ചോദിച്ചപ്പം ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോകരുത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.